ഇത്തവണത്തെ വയലാർ അവാർഡ് ഈ സന്തോഷ് കുമാറിനാണ്. തപോമയുടെ അച്ഛൻ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. 1,00,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ഇപ്പോൾ ശ്രീ സന്തോഷ് കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സന്തോഷ് കുമാർ, ആദ്യം അഭിനന്ദനങ്ങൾ. തപോമയുടെ അച്ഛൻ എന്ന പുസ്തകം, അത് എന്താണ് ആ കഥ പറയുന്നത്? അഭയാർത്ഥികളുടെ കഥ എന്ന് പറയുമ്പോൾ അങ്ങ് കൊൽക്കത്തയിൽ കുറെ കാലമായി ജോലി ചെയ്യുന്നു. അപ്പോൾ നേരിട്ടറിഞ്ഞ ജീവിതമാണോ? അല്ല, അഭയാർത്ഥികളുടെ കഥ മാത്രം പറഞ്ഞൂടെ. ഒരു 3 പ്രമേയങ്ങളെ നമ്മൾ അതിൽ സമന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതില് ഒരു മനുഷ്യന്റെ അഗാധമായിട്ടുള്ള കുറ്റബോധമുള്ള സാധാരണ രീതിയിൽ സാഹിത്യകാരന്മാരെല്ലാവരും പെരുമാറാൻ ഉദ്ദേശിക്കുന്ന ഒരു തീമുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അഭയാർത്ഥികളുടെ പ്രശ്നം അത് കൽക്കത്തയിലല്ല, ഡൽഹിയിലേക്ക് മാറിക്കൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ വളരെ വിചിത്രമായിട്ട് ലിപി മനസ്സിലാക്കുന്ന ഒരാളുടെ അതുണ്ട്. ഒരു ഗൂഢലിപിയില് വിനിമയം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗോപാൽ ബിർള എന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം അതിലൂടെയാണ് നടത്തുന്നത്. ഇത് 3 കൂടിയിട്ടുള്ള ഒരു ഇണക്കലാണ് എന്ന് വേണമെങ്കിൽ പറയാം കഥയെ സംബന്ധിച്ച്. ഇപ്പൊ നേരത്തെ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ വയലാർ അവാർഡ് കൂടി അതിന് കിട്ടുമ്പോൾ വയലാർ അവാർഡ് കിട്ടുന്നതിൽ വലിയ സന്തോഷം തന്നെയാണ്. കാരണം അത് മലയാളത്തെ പ്രധാനപ്പെട്ട എല്ലാ എഴുത്തുകാർക്കും കിട്ടിയിട്ടുള്ളതാണ്, പല എഴുത്തുകാർക്കും കിട്ടിയിട്ടുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ച് ആഹ്ലാദം തരുന്നു. അതോടൊപ്പം ഒപ്പം തന്നെ അതൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. വലിയ എഴുത്തുകാരൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു പുരസ്കാരം നമ്മൾ ഒരാൾക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ കുറെ കൂടി ശ്രമിക്കാനും ചില വെല്ലുവിളികൾ ഏറ്റെടുക്കാനൊക്കെ ഉള്ള ഒരു ഉത്തരവാദിത്വം അതിലുണ്ട്. ഉറപ്പായിട്ടും. വളരെ നന്ദി ഈ സന്തോഷ് കുമാർ, ഒന്നുകൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സന്തോഷം. താങ്ക് യു. ശരി, വയലാർ അവാർഡ് ലഭിച്ച ഈ സന്തോഷ് കുമാറാണ് പ്രതികരിച്ചത്. സന്തോഷം പറയുന്നു, ഉത്തരവാദിത്തം കൂടുകയാണ്, ഒരു പുരസ്കാരം കൂടി, ഗൗരവത്തിലുള്ള ഒരു പുരസ്കാരം കൂടി ലഭിക്കുമ്പോൾ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം.